നാട്ടിലെ ഓട്ടോറിക്ഷ, ഇവിടുത്തെ ടുക്ക് ടുക്ക് മരണ വേഗത്തിലാണ് അവന്മാരിങ്ങനെ പായിക്കുക. ഇത് അപ്പുറത്തൊരു സായിപ്പ് നമ്മളായിട്ട് വാദം വയ്ക്കുന്നു. അപ്പോൾ അവരായിട്ടുള്ള കോമ്പറ്റീഷനിലാണ്. എൻ്റെ ഡ്രൈവർ വിട്ടു കൊടുക്കണില്ല. സ്പീഡിൽ പോയിട്ട് അവനവിടെ വെട്ടിച്ച് അവൻ സായുജ്യ അടിയാണ്. എന്തൊക്കെയായാലും ഓട്ടോറിക്ഷ എത്ര സ്പീഡിലാണ് പോകാമെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷേ ഒരു ബോധമില്ലാണ്ടാണ് അവർ ഓടിക്കുന്നത്. രാത്രി പാതിരാത്രിയാണ്, 12 മണി 1 മണിയൊക്കെ ആയി. അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റോട്ടിൽ. ഒരു കത്തിച്ച് വിടട്ടെ. ഫുൾ ഡെക്കറേറ്റ് ചെയ്ത വണ്ടിയാണ് കേട്ടോ നമ്മുടെ. സ്ട്രീറ്റുകളൊക്കെ സജീവമായി തുടങ്ങി. ഇവിടെ പലപ്പോഴും നൈറ്റിലാണ് കൂടുതൽ ബിസിനസ് തുടങ്ങാൻ തോന്നുന്നത്. നൈറ്റിൽ ഈ സാധാരണക്കാരുടെ തട്ടുകട കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ചില ഷോപ്പുകളിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പം ഞാനത് അറിയാത്ത പോലെ എടുത്തു പോണ്. ഫോട്ടോ അവരുടെ പ്രൈവസി അല്ലേ, നമ്മൾ ചോദിക്കാണ്ട് എടുക്കണത് ശരിയല്ല. നമ്മൾ സ്ട്രീറ്റിൻ്റെ മാത്രമായി എടുക്കണു. അപ്പുറത്തെ കടകളിലേക്ക് ചില സമയത്ത് ഫോക്കസ് ചെയ്യണു, അല്ലാത്തപ്പോൾ നടക്കില്ല. കാരണം ബാറും അവിടെ ഡാൻസുകളൊക്കെ നടക്കുന്നുണ്ട്. എങ്ങോട്ടെന്താ യാതൊരു യാത്രയാണ്, എങ്ങനെയാണ് പോണേന്നൊരു ബോധമൊന്നുമില്ല. ആൾക്കാരൊക്കെ പോകണു, ഞാനും പിന്നാലെ പോകുന്നു. ഇതിനൊരു എൻഡ് ഉണ്ടാവും ഈ സ്ട്രീറ്റിന്. അപ്പോൾ തിരിച്ചു വരാം, അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ ടാക്സി വിളിച്ച് ഹോട്ടലിൻ്റെ അവിടേക്ക് പോവാം. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ചിലർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, നമ്മളിങ്ങോട്ട് പോകുന്നു. ഒരു ജസ്റ്റ് ഒരു സ്ട്രീറ്റ്, അതാണ് അവരിങ്ങനെ ഇത്രയും എക്സ്പ്ലോർ ചെയ്തുണ്ടാക്കിയിട്ടുള്ളത്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, തട്ടുകട, ബീർ കുടിക്കാൻ നമുക്ക് ആൾക്കാർ നമ്മളെ ഓടിയെത്തി വിളിക്കുകയാണ് ബീർ കുടിക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയോ ചോദിക്കേണ്ട ആൾക്കാർ, എനിക്കൊന്നും മനസ്സിലാവില്ല. ക്യാമറ ഓണാണോ എന്തൊക്കെയാണോ? ഈ ലാഫിംഗ് ഗ്യാസ് എന്ന് എഴുതി വെച്ചിട്ട് ഒരു ബോർഡ് പിടിച്ചിരിക്കുന്നുണ്ടോ? ഈ ലാഫിംഗ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ നൈട്രക്സ് ഓക്സൈഡാണ്. അത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേകത ഉന്മാദാവസ്ഥ വരും. നമ്മൾ ഭയങ്കര ചിരിക്കും. നമ്മുടെ നോർമൽ ബോധത്തിൽ നിന്ന് കുറച്ച് മറയും. സ്ഥിരമായി അത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ വല്ലപ്പോഴും ഒന്ന് ട്രൈ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂഡ് ചേഞ്ച് ചെയ്യാൻ ചിരിക്കാം. ഇവിടെ മസാജിൻ്റെ റേറ്റാണ് എഴുതി വെച്ചത്. 150 ബാത്ത് തൊട്ട് തുടങ്ങുന്നത്. അതായത് 300 രൂപ. കണ്ടില്ലേ ആളുടെ സീറ്റ് മസാജ്, ഹെഡ് മസാജ്, ഓരോന്നിനൊരു പ്രത്യേക റേറ്റാണ് എടുക്കുന്നത്. എല്ലാവരും പുറത്തിരുന്ന് പബ്ലിക്കായിട്ടാണ് ചെയ്യുന്നത് കേട്ടത്. മ്യൂസിക് അങ്ങോട്ട് കൂടി വരണം. ഒരു ബീർ കുടിക്കാനുള്ള മൂഡ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും നമ്മളെന്തായാലും എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിച്ചിരിക്കും, അല്ലെങ്കിൽ ബീർ കുടിച്ചിരിക്കും. അത്ര ടെംപ്റ്റേഷനാണ്. അങ്ങനെ ഞാനൊരു ബീർ കുടിക്കാൻ കയറി. ഇവിടെ ഈ സൈഡിൽ ഒതുക്കി അവിടെ ഒരു ബക്കളാന്ന് ഉദ്ദേശിച്ചത് ലേഡി ബോയ് ഗേ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അക്രമ ഡാൻസാണ് കാണിച്ചു കൂട്ടുന്നത്. ആളുകൾ എന്താ പറയുക, അവൻ്റെ ഡ്രസ്സിൽ ഉടുപ്പിൽ പൈസ തുന്നി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഡാൻസിങ് മൂഡാണ്. ഈ തിരക്കിനിടയിൽ ബീർ തന്നോന് എത്ര ബോധം ഉണ്ടാവും. നമുക്ക്
ആർക്കാ കൊടുത്തതെന്ന് പോലും അവന് ഓർമ്മ ഉണ്ടാവില്ല. കാരണം സപ്ലയറും അടിച്ച് പാമ്പായിട്ടാണ് സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ നിൽക്കുന്നത്. പക്ഷെ എങ്ങനെയൊക്കെ ഒരു മാനേജ് ഉണ്ട്, അത്രയും ക്രൗഡാണ്. നമ്മളെ അടുത്ത് വന്ന് ഇതുപോലെ ഓരോ ഡാൻസ് കാണിക്കും അയാൾ. ഒരു ബോധമില്ലാത്ത ഉന്മാദാവസ്ഥയിലാണ് കാണിച്ചു കൊടുക്കുന്നത്. ഒരു എന്താ പറയുക, നോർമലല്ലാതെ തോന്നുന്നു. ആളുകളുടെ ഉടുപ്പിൽ പൈസ തുന്നിച്ച് കൊടുക്കുന്നുണ്ട്. കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു രസം. പക്ഷെ നമ്മൾ കാരണവന്മാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു രതിവൈകൂട്ടായിട്ട് അവർ പറയുള്ളൂ. അവർക്ക് അത് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഇഷ്ടമുള്ളവർ സന്തോഷിക്കട്ടെ, ഇല്ലാത്തവർ പിന്നെ അങ്ങോട്ട് നോക്കണ്ട. ഓരോ രാജ്യത്ത് ഓരോ കൾച്ചറല്ലേ. ഈ കാട്ടിക്കൂട്ടൽ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത് നമ്മുടെ ആൾക്കാർക്ക് കുറച്ചും കൂടിയും തായ്ലൻഡ് ഓപ്പൺ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കാട്ടിക്കൂട്ടൽ കാണിക്കുന്നത്. ഡാൻസൊക്കെ കഴിഞ്ഞാൽ ഒരു പരസ്യ ചുംബനം കൊടുക്കണം എൻ്റെ അപ്പുറത്തുള്ള കടക്കാരന്. എന്താ അത്, ഒരു സുന്ദരി ബോധം ഇല്ലാണ്ട് അവിടെ കാട്ടിക്കൂട്ടുണ്ട്. അവിടുത്തെ ഡാൻസ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യാനുസരണം കള്ളും ഫ്രീ ആട്ടാരെ അങ്ങോട്ട് കിട്ടണം. ഇവനാൾ കൊള്ളാട്ടോ. അപ്പുറത്തും 2 ടേബിളിൽ ഇരിക്കുന്നവരെ കൈ രണ്ടും കൂട്ടി പിടിപ്പിച്ച് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇയാൾ ചൈനക്കാരാണെന്നുണ്ടാവും. എൻ്റെ സീറ്റിന് തൊട്ടപ്പുറത്തിരിക്കുകയായിരുന്നു മറ്റൊരു തായ്ലൻഡുകാർ. ഫുൾ ഡാൻസാണ്, ഫുൾ സൂപ്പർ വൈബാണ്. എൻ്റെ മുന്നിലാണ് കാണിച്ചു കൊടുക്കുന്നത്. എൻ്റെ ടേബിളിലൊന്നുമില്ല. ഞാൻ അത്ര ശ്രദ്ധിക്കാത്തതുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്നില്ല. ഒരു പരിചയമില്ലെങ്കിലും ചിയേഴ്സ് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സുന്ദരിമാർ വരും. അപ്പുറത്തെ പതിവിൽ കവിഞ്ഞ ആവേശം നിൽക്കുന്ന ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷുകാരനായിട്ട് ഞാൻ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങി അടുത്ത ബാറിലേക്ക് പോവാം. ഇവിടെ മാത്രം പോരല്ലോ, നമുക്ക് ഫുള്ള് ബാങ്കോക്ക് മതി വരെ കണ്ടു തീരുന്നുണ്ട്. ഞാൻ അവിടുന്ന് പതുക്കെ മൂവയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പുറത്ത് അതിന് വലിയ ഡിസ്കോ നടക്കുന്നുണ്ട്. അപ്പുറത്ത് അതിലും വലിയ ഡാൻസും ഡിസ്കോ ആണ്. അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല, അത്രയും ക്രൗഡാണ് ആ ഭാഗത്ത്. അപ്പോൾ അതൊക്കെ എൻ്റെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ കറങ്ങുന്നത്. ഒരു 2 ബീറടിച്ചപ്പോൾ മൂടാകെ ചേഞ്ചായി. ഇപ്പോൾ കാണുന്ന കാഴ്ച ആദ്യം കാണുന്ന കാഴ്ച തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ട് കേട്ടോ. ആദ്യത്തെ ചടപ്പില്ല. ഇപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുത്തെ ഒരാളായി. ഫുൾ എൻജോയ്മെൻറ്റ്. ഈ കാണുന്നതാണ് കേട്ടോ മുതലിറച്ചി. മുതലേനെ പീസാക്കിയിട്ട് എല്ലാ ഭാഗവും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രൊക്കോഡൈലിൻ്റെ മീറ്റ്. കള്ള് മയാണ്, കള്ള് ഡാൻസ്, പാട്ട്.
എന്താ തകർക്കൽ, ഇത്രയും ജനങ്ങളും അതിൻ്റെ ഇടയിൽ ആരും ഒരു തല്ലും വഴക്കും ഇല്ലാണ്ട് കള്ളു കുടിച്ച് മാന്യമായി എഴുന്നേറ്റ് പോകുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കിത് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ പറ്റും. ഒരു ചെറിയ ഉത്സവപ്പറമ്പിൽ പോലും എത്ര ഇടി കണ്ടുണ്ടാവും ഇതുപോലെ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ. അതിൽ ഞാനൊരു മസാജ് സെൻറ്ററിൽ എത്തിയിട്ടാണ്. ജസ്റ്റ് ഒരു ബോഡി മസാജ് 300 ബാത്ത് എന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ അത്രയും തിരക്കാണ്, നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല. ഇതാണൊരു നോർമൽ മസാജ് സെൻ്ററാണ് കാണുന്നത്. വന്നപ്പോൾ തന്നെ കാലൊക്കെ അവർ കഴുകിച്ചു. അതിനുശേഷം നമ്മുടെ ഊഴത്തിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാലൊക്കെ കഴുകാനായിട്ടൊരു പ്രത്യേക ഒരു ചെറിയ ഒരു വാഷബിൾ ഏരിയയാണ്. അതിന് ശേഷമാണ് മേലേക്ക് അവരുടേതായ ചെരുപ്പൊക്കെ തന്നു. നമ്മുടെ ഷൂ ഒക്കെ അവിടെ ഊരിയിടിച്ചു മേലേക്ക് മീൻസ് മസാജിങ് ഏരിയയിലേക്ക് കൊണ്ടുപോകണു. ഇവരുടെ മസാജ് നമ്മുടെ ആയുർവേദ മസാജിന് വ്യത്യസ്തമായിട്ട് ഇവിടെ സ്ട്രെച്ചിങ് ഒക്കെയാണ് മെയിനായിട്ടിട്ട്. കാരണം ഡ്രസ്സൊന്നും ഊരേണ്ട ആവശ്യമില്ല. നമ്മുടെ മേലെ കൂടെ, ഷർട്ടിൻ്റെ മേലെ കൂടെയാണ് സ്ട്രെച്ചിങ് ആണ് കൂടുതൽ നടക്കുന്നത്. പക്ഷെ ഒരുപാട് വെറൈറ്റി മസാജുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, നമുക്കത് അറിയില്ല. ഇപ്പം ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെയാണ് കാണുന്നത്. നോർമൽ കോമൺ ആക്കിയിട്ട് എല്ലാവരും ഇരുത്തി. എന്തോ ഏത് നാഷണാലിറ്റിയൊക്കെ ചോദിച്ചാൽ അവർ അങ്ങോട്ട് ഇവിടുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യക്കാർ ഇതിന് മുന്നേ പോയാലും വല്ല അലമ്പുണ്ടാക്കിയിട്ടുണ്ടാവും, അതായിരിക്കും. ഫോട്ടോ എന്തിനാ എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന ഫോട്ടോ എന്താണ്, ഞാൻ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. ആരൊന്നും എതിർപ്പൊന്നും പറഞ്ഞില്ല കേട്ടോ. ജസ്റ്റ് നല്ല മസാജായിരുന്നു. ഞാൻ ആ ഷോപ്പിൽ നിന്ന് പതുക്കെ ഇറങ്ങാണ്. അവിടെ പുറത്തും അകത്തും എല്ലായിട്ടും എത്രയോ ആൾക്കാർ, മേലെ 2 നിലയുണ്ട്, ഫുൾ സെറ്റപ്പാണ്. നമ്മൾ പോയ മസാജ് സെൻ്ററിൻ്റെ പേര് തായ് മസാജ്. എന്തായാലും നേരെ കിട്ടി പതുക്കനെ വീട് പിടിക്കാൻ നോക്കട്ടെ. സോസേജ് ഗ്രില്ലടിച്ചാലോ എന്നൊരാഗ്രഹമുണ്ട്. പതുക്കനെ സോസേജ് ഗ്രില്ല് 2 പറഞ്ഞു. അതൊന്ന് കൂടി ഫുഡ് അടിച്ചിട്ട് നമുക്ക് ഇന്ന് ഹോട്ടലിൽ പോയി നാളെ വരാം. തായ്ലൻഡ് ഞാൻ മെയിനായിട്ട് തന്നെ കഴിച്ചിരുന്നു കേട്ടോ. കാരണം നല്ല സ്പൈസി സോസൊക്കെ ഒഴിച്ച് അവർ നല്ല ടേസ്റ്റാക്കി തരാറുണ്ട്. ഞാൻ ഈ ഫുഡായിരുന്നു എല്ലാ ദിവസവും, പിന്നെ കംഫർട്ടബിളായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഊബർ പോലത്തെ ബോൾട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് വലിയ പരിക്കില്ലാതെ മിതമായ നിരക്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബോൾട്ടിൻ്റെ തന്നെ 2 വീലറും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഏറ്റവും സൂപ്പർ ആപ്പായിരുന്നു കേട്ടോ അത്.